നമസ്കാരം. ഗോവിന്ദംപുരി. ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് തിരുവനന്തപുരം. ഭയങ്കര ടെൻഷനാണ്, ഒരു രക്ഷയില്ല. ഭയങ്കര ടെൻഷൻ. എന്തെടുത്താലും നമുക്കൊരു സങ്കടമാണ്, പേടിയാണ്, ഭയമാണ്, ടെൻഷനാണ്. ഈ നല്ല ടെൻഷനുണ്ട്, ചീത്ത ടെൻഷനുണ്ട്, അല്ലേ? ആവശ്യമില്ലാതെ ഒരു കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കുക, അങ്ങനെയുണ്ട്. അങ്ങനെ വരുമോ എന്ന് പ്രതീക്ഷിച്ച്. ആവശ്യമുള്ളതുണ്ട്, ഈശ്വര അതെങ്ങനെയാകും എന്നൊരു ടെൻഷൻ. രണ്ട് തരം ടെൻഷനാണ് ശരീരത്തിൽ നമുക്കുണ്ടാവണേ. അപ്പം ആദ്യം നമ്മളൊരു വിഷയത്തെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ആദ്യം നമ്മളോട് ചോദിക്കുക, നമ്മൾ കൃത്യമാണോ, നമ്മൾ ചിട്ടയാണോ, നമുക്കത് ആവശ്യമുള്ളതാണോ, അത്യാവശ്യമുള്ളതാണോ? ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുക. അതെന്താ അങ്ങനെ ചോദിക്കണേ? നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മൾ ഒരാളുമായിട്ട് ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ഈ സ്വഭാവം എന്ന് പറയുന്നത്, ഒരു മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവം സാത്വിക ഗുണമുള്ളതുണ്ട്, രജോ ഗുണമുള്ളതുണ്ട്, തമോ ഗുണമുള്ളതുണ്ട്. 3 ഗുണം. എപ്പോഴും പ്രകാശത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഏത് ഗുണമാണോ അത് സാത്വികഭാവം. എന്തിനേയും നമ്മൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വളരെ ഭംഗിയായ ചിരിയിലൂടെ എന്തിനെ കാണുന്നോ അത് സാത്വിക ഗുണം. ഒരാൾ നമ്മളെ അപമാനിച്ചു, അപ്പോഴും ചിരിക്കുക. ഒരാൾ നമ്മളെ ഉപദ്രവിച്ചു, ആയിക്കോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ്, അപ്പോഴും നമ്മളത് അനുഭവിക്കാൻ യോഗ്യനാണ് എന്ന് കണ്ട് ചിരിച്ചാൽ അത് സാത്വികാവസ്ഥയല്ലേ? അങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റുമോ? ടെൻഷനാക്കാൻ പറ്റുമോ? പറ്റില്ല. ഒക്കെ ഒരു നിശ്ചയമാണ് അങ്ങനെ അങ്ങ് നിരീക്ഷിക്കുന്ന ആൾക്കാരെ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റുമോ? രണ്ടാമതൊരു വിഭാഗമുണ്ട്, രജോ ഗുണം. ഈ രജോ ഗുണക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അവർക്ക് ലൗകിക സുഖങ്ങളിൽ കൂടുതൽ ആസക്തിയുള്ളവർ, ഭൗതിക സുഖങ്ങളെക്കുറിച്ച് ആസക്തിയുള്ളവർ, സ്വത്തിൽ കുറച്ച് ആസക്തിയുള്ളവർ, നമ്മുടെ കേമത്തെ ഇങ്ങനെ പുറത്ത് കാണിക്കണം, അല്ലെങ്കിൽ കേമനാണെന്ന് കാണിക്കാൻ പറ്റുന്ന ആസക്തിയുള്ളവർ, അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അവർക്കുണ്ടാവുന്ന ടെൻഷൻ ഞാൻ പറയണ്ടല്ലോ, അറിയാമല്ലോ. വേറെ ആർക്ക് എന്ത് കണ്ടാലും അവർക്ക് ടെൻഷനാണ്. മൂന്നാമതുണ്ട് തമോ ഗുണമാണ്. ഈ തമോ ഗുണം എന്ന് പറയണതിന് എന്താ കുഴപ്പം? അവർ വേറെ ഒന്നും ചെയ്യില്ല. ബന്ധുജനങ്ങളായിട്ട് കലഹം ഉണ്ടാക്കുക, ബന്ധുജനങ്ങളിൽ കലഹത വർദ്ധിക്കുക, ബന്ധുജനങ്ങളുടെ കുറ്റങ്ങൾ പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന നമ്മൾ കുറേയെങ്കിലും ആൾക്കാരെ കാണാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ നാട്ടിലുള്ളവരുടെ ഇങ്ങനെ തമോ ഗുണം, അവരുടെ വായിൽ നിന്നും ശരീരത്തിൽ നിന്നും ഉണ്ടാകുന്ന ഗന്ധം തമോ ഗുണം. അവരുടെയൊക്കെ ജീവിതം കണ്ടറിയാം. ഒന്നല്ലെങ്കിൽ രോഗിയായിരിക്കും, ശാരീരിക അസ്വസ്ഥം കാണും, ഇല്ലേ കുട്ടികളൊന്നും വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല, ഇല്ലേ ഭാവിയിൽ മാറാരോഗം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഭർത്തൃനാശമോ ഭർത്തൃരോഗമൊക്കെ ഉള്ളവരാവും. ഒരു സുഖകരമായ ലൈഫിൻ്റെ ഉടമയല്ല തമോ ഗുണമുള്ളവർ. അവരുടെ ഒരു പ്രത്യേകത തന്നെ, അവരുടെ ഇല്ലാത്ത സാധനം ഉണ്ട് എന്ന രീതിയിൽ മറ്റൊരാളെ പറഞ്ഞ് ധരിപ്പിച്ച് തമ്മിൽ വഴക്കുണ്ടാക്കുന്നവരെ തമോ ഗുണം എന്ന് പറയും. അത് ശരിക്കും നമ്മൾ നാട്ടിലെ ഒറ്റവാക്കിലൊക്കെ കുശുമ്പ്, കുന്നായ്മ എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. ഞാനതിന് വേറെ ഭാഷ പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഈ 3 സ്വഭാവ രീതികൾ ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയണേ? ഇപ്പം ഈ ശനിയുടെയും കേതുവിൻ്റെയും ഒക്കെ ആധിക്യമുള്ളവർക്ക് തമോ ഗുണ, വ്യാഴത്തിൻ്റെയും ബുധൻ്റെയൊക്കെ ആധിക്യമുള്ളവർക്ക് ഈ പറഞ്ഞുള്ള സാത്വിക ഗുണ, ചൊവ്വയുടെയൊക്കെ ആധിക്യമുള്ളവർക്ക് രജോ ഗുണ. അപ്പോൾ ഈ ജാതകത്തിൽ തന്നെയുണ്ട് ഈ ഗുണങ്ങളുടെ വ്യത്യാസം. അപ്പം നമുക്ക് ആധിക്യം കൂടിയ ഗ്രഹം ഏതാണോ ആ ഗ്രഹത്തിൻ്റെ പ്രീതി വരുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സ്വഭാവത്തിൽ വ്യത്യാസം വരും. നമ്മുടെ ഈ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ബുദ്ധികളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ. ഇതിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ തമോ ഗുണമുള്ളവരൊക്കെ പഠിക്കാനൊക്കെ ഇരുന്ന ഒന്നും, കാരണം മടിയനാ, എപ്പോഴും ഉറക്കാം, എപ്പോഴും ക്ഷീണ തമോ ഗുണമുള്ളവർക്ക്. അപ്പം അതൊക്കെ മാറണമെങ്കിലും ഈ ജാതകത്തിൽ എന്തിനാധിക്യം നോക്കിയാൽ നല്ലതാണ്. അപ്പോൾ ഈ 3 ഗുണങ്ങളാണ് ഒരു മനുഷ്യനിൽ. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അതിന് കാരകത്വം വഹിക്കുന്നു. കണ്ടമാനം ഈ നോൺ വെജിറ്റേറിയനും മറ്റതൊക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്ക്
അതിൻ്റെ ആ ഗുണം, ആ ഭക്ഷണത്തിൻ്റെ ഗുണം അവരുടെ സ്വഭാവത്തിൽ വരും. മദ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള രീതിയിൽ എരിവ് പുളിയൊക്കെ ധാരാളം ഉപയോഗിക്കുക, കണ്ടമാനം എരിവ് ഉപയോഗിക്കുക. അവരൊക്കെ രജോ ഗുണക്കാരാണ്, പെട്ടെന്ന് ദേഷ്യം വരും, എല്ലാത്തിനും പിടിച്ചെടുക്കാനുള്ള കൊതിയാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം സ്വഭാവത്തിൻ്റെ നിർമ്മലത ചിന്തകളെ ബാധിക്കുമെങ്കിൽ ഈ ചിന്തകൾക്ക് നല്ലത് വരാനായിട്ട് സ്വഭാവത്തെ നന്നാക്കുകയാണെങ്കിൽ അതൊരു നല്ലതല്ലേ. രണ്ട് രീതിയുണ്ട്. ഒന്ന്, ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് നമ്മൾ വ്യത്യാസങ്ങൾ വരുത്താം. രണ്ടാമത് മറ്റൊന്ന്, ഈ പറഞ്ഞ ആധിക്യമുള്ള ഗ്രഹങ്ങൾ. ഇപ്പം ശനിക്ക് ആധിക്യമാണെങ്കിൽ ശനിയുടെ ഗുണം, ശനിയുടെ ആധിക്യമുള്ളതാണെങ്കിൽ തമോ ഗുണമൊക്കെ വരും, മടിയനായിരിക്കും, അലസനായിരിക്കും, അങ്ങനെയൊക്കെ വരും. അപ്പം ഈ രീതിയിൽ ടെൻഷൻ ഒഴിവാക്കാൻ ഒരു പരിഹാരം 3 ഭാവങ്ങളിലൂടെ നമുക്ക് ചെയ്യാം. രണ്ടാമത് ഞാൻ മറ്റൊന്ന് പറയാം. ഒരു വിഷയത്തെ, ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ആ വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് നല്ലതായാലും ചീത്തയായാലും അതിനെ നമ്മൾ കാണുന്നത് വരെ നമ്മൾ അതിനു വേണ്ടി വിഷമിച്ചാൽ ആ റിസൾട്ട് നമുക്കൊരിക്കലും അനുകൂലമാവില്ല. അതിന് വിദ്യാസമ്പന്നമായി നിൽക്കുന്ന ഈശ്വരവിശ്വാസമുള്ള മനസ്സിന്, ഉറപ്പുള്ളൊരു മനസ്സിന് മാത്രമേ റിസൾട്ട് വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ് ഒരു സാത്വിക ഗുണം. ഒരു എക്സാം എഴുതാൻ പോവുക, എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റുമോ എന്നൊരു ടെൻഷനുമായി, വിഷമസംഖ്യയായി അദ്ദേഹം പരീക്ഷയെ സമീപിച്ചാൽ പരീക്ഷയ്ക്ക് മറവിയുണ്ടാവും. പണ്ട് ദേവന്മാർ അനുഗ്രഹിക്കുന്ന കലകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തഥാസ്തു, അങ്ങനെ കേട്ടല്ലോ. തഥാസ്തു, എന്താണോ നീ ആഗ്രഹിക്കുന്ന അതുപോലെ വരട്ടെ. അതായത് ആദ്യം ഈ തമോ ഗുണമുള്ളവർ കുശുമ്പ് പറഞ്ഞാൽ അവരുടെ ലൈഫിനകത്ത് മൊത്തം ആ രീതിയിൽ ലൈഫായിരിക്കും. ഒരു ഗുണം ഉണ്ടാവില്ല. മക്കൾക്ക് മോശം വരും, പരമ്പരയ്ക്ക് മോശം വരും, ചിലപ്പോൾ മക്കളുണ്ടാവില്ല, ചിലപ്പോൾ രോഗിയായിരിക്കും, എല്ലാവരാലും വെറുക്കപ്പെടും. പക്ഷെ അവർ മാത്രം അറിയില്ല, ബാക്കിയുള്ളവർക്കും അറിയപ്പെടും. എന്നുപോലെ ഈ സാത്വിക ഗുണവും രജോ ഗുണവും ഉള്ളവർ തഥാസ്തു, നമ്മൾ ചിന്തിക്കുന്നത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ വളരെ മനോഹരമായി നിൽക്കുന്ന ഒരു പുഷ്പത്തെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷത്തെ, അതുപോലെ നമ്മൾ ഒരു സംഭവത്തെ നമ്മൾ കാണുക. അപ്പോൾ നമുക്കുണ്ടാകുന്ന ആ മാനസികാവസ്ഥ തന്നെയായിരിക്കണം അതിൻ്റെ റിസൾട്ട്. ഞാനിത് ചെയ്യും, ഞാനിത് റെഡിയാവും, ഞാൻ എഴുതും, എനിക്ക് പ്രശ്നമില്ല എന്നൊരു കോൺഫിഡൻറ്റ് ലെവലിലൂടെ ഒരു കുട്ടി പരീക്ഷ എഴുതുമ്പോൾ, അല്ലെ ഒരു വണ്ടി ഓടിക്കുമ്പോൾ അവന് കിട്ടുന്ന ആ കോൺഫിഡൻ്റാണ് അവൻ്റെ വിജയം. എങ്കിൽ വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് ചില സമയങ്ങളിൽ മുമ്പിൽ വണ്ടി ഒന്നുമില്ലെങ്കിലും ഓവർടേക്ക് ചെയ്യാൻ മടി വരും, വണ്ടികളെ കണ്ടാലും ചില സമയത്ത് ഓവർടേക്കും. ഇത് രണ്ടും മനസ്സിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിന് അനുഭവിക്കുന്ന ആ മാനസിക ബലം, അതാണ് ടെൻഷനെ മാറ്റണമെങ്കിൽ. നിങ്ങളുടെ പ്രശ്നം മനോബലക്കുറവല്ലേ? ആ മനോബലക്കുറവല്ലേ നിങ്ങളെ ദുരിതത്തിലേക്ക് വഹിക്കണേ? ആ മനോബലക്കുറവല്ലേ നിങ്ങളുടെ ജീവിതത്തിലെ നാശത്തെ വരുത്തി വയ്ക്കണേ? അപ്പം അതുകൊണ്ട് ആ മനോബലത്തിലൂടെ ആ വിഷയത്തെ, വരുന്ന ആ നിമിഷം വരെ, ആ റിസൾട്ട് എത്തുന്നിടം വരെ അതിനെ ആഗ്രഹത്തോടെ ഇരുന്നാൽ മാത്രം മതി. ആ പ്രശ്നത്തിന് പരിഹാരമാണ്. ടെൻഷൻ നമ്മളെ തൊടുക പോലുമില്ല. ഇത് സൈക്കോളജിക്കലി പറയുമ്പോൾ ഇതിന് ആധ്യാത്മികമായിട്ടൊരു വശം ആദ്യം ഞാൻ പറഞ്ഞു, ഗ്രഹപ്രീതി. രണ്ടാമതൊന്നുകൂടി പറയാം. ഈ ചന്ദ്രൻ്റെ കാരകത്വം വയ്ക്കും ജാതകത്തിലെ മനസ്സിന്. ചന്ദ്രപ്രീതി വരുത്തുന്നത് മനസ്സിന് ബലം നൽകാൻ നല്ലതാണ്. അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിൽ ഭജനയും ധാര മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് ടെൻഷൻ മാറ്റിവെക്കാൻ സാധിക്കും. ഇതിന് വഴിപാടുകളും ഉണ്ട്. ഈ കൂടെ വഴിപാടുകൾ വേണം. തതുപരി നമ്മുടെ മനോവികാരത്തെ നമ്മുടെ കൈകളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ പക്വതയിൽ, നമ്മുടെ നേർക്കാഴ്ചയിൽ നമ്മൾ ഉറച്ചു പിടിക്കാൻ എപ്പോൾ സാധിക്കുന്നുവോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വിജയത്തിലേക്കും നമുക്ക് സങ്കടം എന്നുള്ള കുറച്ച് അകലെയും ആയിത്തീരുകയും. അപ്പോൾ ഈ ഇംഗ്ലീഷിലെ വാക്ക് ടെൻഷൻ എന്നുള്ള വാക്ക് ഒരു പരിധി കൂടെ, ഒരു പരിധിയിൽ അല്പം നമുക്ക് മാറി സന്തോഷകരമായി നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകുമെന്ന് മാത്രമല്ല, ലൈഫിൽ കിട്ടുന്ന ഒരു സുഖം, ഒരു അനുഭൂതി തന്നെ
ഭയങ്കര വളരെ വളരെ ഗംഭീരമായൊരു അനുഭൂതിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. എന്തിനേയും വരട്ടെ, ആ ഒരു മനോഭാവത്തോടെ നിങ്ങൾ വീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ 90% പ്രശ്നങ്ങളും അവിടെ കഴിയുകയാണ്. നന്ദി, നമസ്കാരം.